അല്ലേ? നാണു, നിന്റെ അവതാര ലക്ഷ്യം നീ മറക്കുന്നു. ഈ ലോകം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യനും തമ്മിൽ, മനുഷ്യനും കാട്ടുമൃഗവും തമ്മിലുള്ളതിനേക്കാൾ അകൽച്ച നീ കാണുന്നില്ലേ? ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കണ്ടേ? ഒഴുത്തുനാറുന്ന പട്ടിയേക്കാൾ അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന അധസ്ഥിതരുടെ മോചനം നീ ആഗ്രഹിക്കുന്നില്ലേ? പറയൂ നാണു, പറയൂ. പോകൂ കാളി, ഇവിടുന്ന് പോകൂ. ഒരു നിത്യബന്ധത്തിൽ അകപ്പെടുത്തലാണ് വിവാഹം. ക്ഷണികമായ ലൗകിക സുഖത്തിനു വേണ്ടി കടമകൾ മറക്കാമോ? യേശുക്രിസ്തുവും മുഹമ്മദ് നബിയും ശ്രീബുദ്ധനും എന്തെല്ലാം ത്യജിച്ചു. അതുപോലെ എങ്ങോട്ടെങ്കിലും പോയി മുക്തി നേടണം. എന്തൊരു തണുപ്പ്! ചെമ്പഴം വിറ്റു പോയവരെ ഇതുവരെ കാണുന്നില്ലല്ലോ. അവരിപ്പ വരും മുത്തശ്ശി. നാളെയും കാണുന്നില്ലല്ലോ. ആ വടി ഇങ്ങോട്ടെടുത്ത് വെക്കാം. എന്റെ മോൻ ഗോപാലന്റെ അച്ഛനെ നിനക്കറിയോടി കാലി? അച്ഛൻ നാണുവിനെ പോലെ തന്നെ മാന്യനായിരുന്നു. എനിക്ക് പുടവ തന്നതിന്റെ 8ാം പക്കമാ എന്നോടൊന്നും മിണ്ടിയത്. കുടുംബക്കാരാമർമ്മമാരങ്ങനാ. അന്ന് എനിക്ക് വയസ്സ് 12. ഒന്നും തിരിച്ചറിയാൻ വയ്യാത്ത പ്രായം. അപ്പോഴാ വല്യമ്മാവൻ ഗോപാലന്റെ അച്ഛനോട് പറയുന്നത്, അവള് നിന്റെ പെമ്പറന്നോരാ, ഇന്നു മുതൽ ഒരുമിച്ച് കഴിഞ്ഞുകൂടണമെന്ന്. എന്നാലും മുത്തശ്ശി തിരക്കേടില്ലല്ലോ. പിന്നെ 6 മാസം കഴിഞ്ഞാടി പെണ്ണെ ഞാൻ വയസ്സറിഞ്ഞത്. പിന്നീട് 1 വർഷം കഴിഞ്ഞ ഗോപാലനെ പെറ്റത്. 46 വയസ്സിനകം 18 പെറ്റടി ഞാൻ. 12 എണ്ണം മിച്ചമുണ്ട്. പോയ കാര്യം എന്തായി? ഒക്കെ ഉറപ്പിച്ചു. നാണെവിടെ പോയെന്നാ തോന്നുന്നത്. അതേതായാലും നന്നായി. കല്യാണം ഉറപ്പിച്ച പെണ്ണും ചെറുക്കനും ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിഞ്ഞു കൂടണ്ട. അത് ശരി. അറിവിലുമേറിയറിഞ്ഞിടുന്നവൻ തന്നൊരുവിലുമൊത്തു പുറത്തു മുജ്വലിക്കും. കാണുന്നില്ലല്ലോ. അവൻ വന്നില്ലെങ്കിലും അവന്റെ പെങ്ങളെ തന്നെയാ പുടവ് കൊടുത്തത്. അവനിവിടെ ഇല്ല മോളെ. അവൻ ഇന്നോ നാളെ വരും. എല്ലാവരും ഇരിക്കും. കരുവിനു കണ്ണുകൾ 5 മുള്ളടക്കി തെരുതര വീണു വണങ്ങിയോതിടേണം. ആരാടാത്? ചടയനാളേ. ചടയനോ? ആണേ. വല്യമ്പ്രാട്ട് എങ്ങോട്ടാ? എന്റെ മോളെ കാണാൻ പോവാ. ചടയൻ പോവാണേ. പോ. അല്ല, ഇതാരും മുത്തശ്ശിയോ? അല്ലടി തെച്ചി.
എന്റെ കാളിക്കുട്ടി എവിടെ? എനിക്ക് അവളെ ഇപ്പൊ കാണണം. കാളിക്കുട്ടി അമ്പലത്തിലേക്ക് പോയിരിക്കുക. കാളിക്കുട്ടി നാണുവിന്റെ കൂടാണ് അമ്പലത്തിൽ പോയത്. അല്ല, അവനിവിടെ ഇല്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കെട്ടിത്തയച്ച പെണ്ണ് കെട്ടിയതിന്റെ കൂടെ നടക്കേണ്ടത്. മുഷിയാൻ പറഞ്ഞതല്ല. അവള് കുഞ്ഞ, അവൾക്കൊരു ദുഃഖവും ഉണ്ടാവരുത്. ഒന്നും ഉണ്ടാവില്ല മുത്തശ്ശി. അവളെന്റെ നാണുവിന്റെ കെട്ടിയോളല്ലേ. കൊച്ചങ്ങത്തെ അന്വേഷിച്ചാണ് അടിയാൻ ഇറങ്ങിത്തിരിച്ചത്. എന്തിനാ? വയൽവാരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ. ആര് പറഞ്ഞേച്ചു? തമ്പ്രാൻ. ആ കൊച്ചമ്പ്രാട്ടി കിടന്ന് കരയുന്നത് കണ്ടാൽ സഹിക്കൂല. എന്തിനാ അതിന്റെ ജീവിതം തകർത്തത്? വാസിപ്പപ്പു, ഞാൻ ആരുടെയും ജീവിതം തകർത്തിട്ടില്ല. ഏതായാലും നാട്ടുകാരുടെ മുമ്പ് കൊച്ചമ്പ്രാട്ടി വിവാഹിതയല്ലേ. എനിക്ക് വേണ്ടിയെങ്കിലും വയൽവാരം വരെ ഒന്ന് വന്നിട്ട് പോയിക്കോ. ഞാൻ വന്നാൽ മതിയെങ്കിൽ വരാം. മോളെ കാളിയെ, ഇതാരാ വരുന്നു നോക്കിയേ. എടാ മോനെ, നീ ഈ ചതി എന്തിനു ചെയ്തു? നിനക്കിവിടെ എന്താണൊരു കുറവ്? ഞാൻ തേടുന്നത് ഇവിടെ നിന്നും കിട്ടില്ലമ്മേ. മോളെ കാളി, നോക്കി നിൽക്കാതെ അവൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്തോണ്ടെന്ന് കൊടുക്ക്. എന്റെ പൊന്നുമോൻ, അമ്മച്ചിയുടെ ജീവൻ എടുക്കുന്നത് വരെ എങ്ങും പോകരുതേ. നിന്റെ കൈകൊണ്ട് വെള്ളം കുടിച്ചു വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. മതിയായില്ലേ? ഇനിയെങ്കിലും നിനക്ക് ഈ വീട്ടിൽ നിന്റെ ഭാര്യയോടൊപ്പം സന്തോഷമായി ജീവിച്ചുകൂടെ? അങ്ങനെ പറയരുത്. നാം ഓരോരുത്തരും ഓരോ കർമ്മം ചെയ്യുന്നതിനു വേണ്ടി ജന്മം കൊണ്ടിട്ടുള്ളവരാണ്. എനിക്ക് ജന്മം തന്ന പുണ്യാത്മാക്കളാണ് നിങ്ങൾ. എന്റെ കടമകൾ നിർവഹിക്കാൻ എന്നെ അനുവദിക്കൂ. നീ കരയാതിരിക്കൂ. അവന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. അവൻ അസാധാരണനാണ് കുട്ടി. അവനെ തടഞ്ഞിട്ട് കാര്യമില്ല.